നമ്മുടെ പ്ലസ് 2 റിവിഷൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മളിന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റർ വെക്ടേഴ്സ്, അതിനുള്ളിലെ 2 ചോദ്യങ്ങൾ. ഈ ചോദ്യങ്ങളൊന്നും നോക്കേണ്ട ആവശ്യമില്ല, ഉറപ്പായിട്ടുള്ള ക്വസ്റ്റ്യൻസുകളാണ്. ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്ന ക്വസ്റ്റ്യൻസുകളാണ്, കുറേ ഷഫിൾ ചെയ്തുള്ള ക്വസ്റ്റ്യൻസുകളാണ് വരുന്നത്, ഉറപ്പായിട്ടുള്ളത്. നിങ്ങളെല്ലാം പഠിച്ചിരിക്കണം, അല്ലാതെ 5 ചോദ്യം പഠിച്ചുകൊണ്ട് മാത്രം പോകരുത്. കുറച്ചേറെ ക്വസ്റ്റ്യൻസുകൾ പഠിച്ചെങ്കിലേ ഉറപ്പിക്കാൻ പറ്റുള്ളൂ. അല്ലാതെ കഴിഞ്ഞ മോഡലിനോ കഴിഞ്ഞ എക്സാമിന് വന്നത് മാത്രം കൊണ്ട് പഠിച്ചുകൊണ്ട് പോയി വരണം നിർബന്ധമില്ല. അതിന് മുൻപും എക്സാംസൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ, അല്ലാതെ കഴിഞ്ഞ വർഷം മാത്രമല്ല എക്സാം നടന്നത്. അപ്പോൾ തൊട്ട് മുമ്പിലുള്ള ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയാൽ വേറെ ക്വസ്റ്റ്യൻസ് കാണും, അതും പഠിക്കണം. ഓക്കെ, അല്ലാതെ റീസെൻ്റായിട്ട് കഴിഞ്ഞ ക്വസ്റ്റ്യൻസുകളെല്ലാം കൂടെ മാത്രം പഠിച്ചുകൊണ്ട് പോയി പരീക്ഷയ്ക്ക് എത്താമെന്ന് വെച്ചാൽ മണ്ടത്തരമാണ്, ചെയ്യരുത്. ഓക്കെ, ഫൈൻഡ് ഡയറക്ഷൻ കൊസൈൻസ് ഓഫ് ദ വെക്ടർ ഈസ് ഈക്വൽ ടു 2i - 3j + 6k. ഈ വെക്ടറിൻ്റെ ഡയറക്ഷൻ കൊസൈൻസിനെ കണ്ടുപിടിക്കണം. ഹൗ ടു ഫൈൻഡ് ദ ഡയറക്ഷൻ കൊസൈൻസ് ഓഫ് എ വെക്ടർ. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട മെത്തേഡ് നോക്കുക. നമുക്ക് ഡയറക്ഷൻ കൊസൈൻസ് 3 പേരാ മോനെ. L ഉണ്ട്, M ഉണ്ട്, N ഉണ്ട് കേട്ടോ, 3 പേരാ. L എന്ന് പറഞ്ഞ ഡയറക്ഷൻ കൊസൈനെ കണ്ടുപിടിക്കാൻ വേണ്ടിയതാണ്. 2 ഉണ്ട് മോനെ. 2 റൂട്ടിനുള്ളിൽ ഈ 2² എഴുതണം, പിന്നെ -3 the whole square എഴുതണം, പിന്നെ 6² എഴുതണം. അത്രേ ഉള്ളൂ. 2 √2², 3², 6². മൈനസ് ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ദാറ്റ് ഈസ് 2 √2². 2² is 4, ഇത് 9, ഇത് 6² 36. അപ്പോൾ ഇവിടെ 36 അല്ലേ? ഇതെത്ര മോനെ? 2² 4, 36 4 40, 3ൻ്റെ സ്ക്വയർ 9, 49. 49ൻ്റെ റൂട്ട് വരുമ്പോൾ പുറത്ത് 7. അപ്പോൾ ഒന്നാമത്തേത് കഴിഞ്ഞു. അപ്പോൾ ഫസ്റ്റ് ഡയറക്ഷൻ കൊസൈൻ എന്ന് പറഞ്ഞാൽ ഐയുടെ കോഎഫിഷ്യൻ ബൈ √. M എന്ന് പറഞ്ഞ രണ്ടാമത്തെ നമ്പർ ആരാ മോനെ? -3. -3/7 ചെയ്താൽ മതി കേട്ടോ. ഇനിയൊന്നും ഇതൊന്നും എഴുതണം നിർബന്ധമില്ല. N എന്ന് പറഞ്ഞാൽ മൂന്നാമത്തെ നമ്പർ 6/7 കഴിഞ്ഞു. ഓക്കെ, ആ പ്രോബ്ലം അവസാനിച്ചിരിക്കുകയാണ്. രണ്ടാമത്തെ മോഡുലസ് A = 1, മോഡുലസ് B = 6, A.B = 3, ഫൈൻഡ് ആംഗിൾ ബിറ്റ്വീൻ A and B. ഓക്കെ, ഡേറ്റാസുകളെല്ലാം തരുന്നൊരു ക്വസ്റ്റൻ ആണ് കേട്ടോ. മോഡുലസ് A ഉണ്ട്, മോഡുലസ് B ഉണ്ട്, ഡോട്ട് ഉണ്ട്. ആംഗിളിനെ കണ്ടുപിടിക്കണം. വാട്ട് ഈസ് ആംഗിൾ ബിറ്റ്വീൻ 2 വെക്ടേഴ്സ് cos θ? എളുപ്പം ഓർത്തേ, എളുപ്പം. A.B by മോഡുലസ് A into മോഡുലസ് B. ഓക്കെ, A.B by മോഡുലസ് A into മോഡുലസ് B. ഫോർമുലാസുകളൊന്നും തിരിച്ചിങ്ങോട്ട് കിട്ടുന്നില്ലല്ലോ. തലേവന്ന് അവിടെ ഇവിടെയൊക്കെ ഉണ്ട്. അവനെ വിളിച്ച് നമ്മുടെ സെൻറ്റർ മുന്നിൽ കൊണ്ടുവരണം കേട്ടോ. ദാറ്റ് ഈസ് ഈക്വൽ ടു A.B. വാട്ട് ഈസ് A.B? A.B 3 അല്ലേ മോനെ? 3/1 into 6, ദാറ്റ് ഈസ് 3/6. വാട്ട് ഈസ് 3/6? 1/2. cos θ 1/2 എവിടെയോ കണ്ടിട്ടുണ്ട് ഇല്ലേ? ആ ടേബിളിലും കണ്ടില്ലേ? കോസിൻ്റെ ഏത് ഡിഗ്രിക്ക് എളുപ്പം നോർത്തേ? കോസിൻ്റെ ഏതോ ഒരു ഡിഗ്രി നമ്മുടെ ടേബിളിൽ 1/2 വന്നിട്ടുണ്ട് മോനെ. ഏത് ഡിഗ്രി? എളുപ്പം പറ. θ = 60 ഡിഗ്രി ഓർ എത്രയാണത്? π/3. ഓക്കെ, തീർന്നു. അപ്പോൾ 2 ചോദ്യങ്ങൾ വളരെ സിമ്പിൾ, വളരെ സൂപ്പർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്. മാക്സിമം ഷെയർ ചെയ്യുക. ഗുഡ് ബൈ.